ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഉണ്ടല്ലോ ആ സീറ്റിൽ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഒരു സീറ്റിൽ 2 പേര്? അല്ല, 2 സീറ്റ് ഉണ്ടായിരുന്നു. 2 സീറ്റിൽ 2 പേര് ഇരിപ്പുണ്ടായി. അതിലൊരാൾ പട്ടാളക്കാരനായിരുന്നു, മറ്റാള് ഡ്രൈവറാണ്. അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എന്തൊക്കെ ഉണ്ടെന്നാ, അലമാരി, കട്ടല്, ഫ്രിഡ്ജ്, എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. പിന്നെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ അലമാരി ഫ്രിഡ്ജൊക്കെ ഇരിക്കല്ലേ മോളെ? ഇത് മുകളിലോട്ട് പൊന്തിപ്പോയ പിന്നെ താഴത്തേക്ക് വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അതുപോലെ തിന്നണ്ടേ, കിടക്കണ്ടേ, ഇരിക്കണ്ടേ, അതിനാണിത്. സുമേഷ് ചേട്ടനും കൊറേ ദിവസം ഇങ്ങനെ പറന്ന് നടന്നോ? പറന്ന് നടന്നാ ഒരുപാട് ദിവസം പറന്ന് നടന്നത്. പിന്നെ തിന്നാൻ തന്ന്. എന്ത് തിന്നാൻ കിട്ടും? ലഡു, മിഠായി, ഈ കപ്പട മിഠായി, അങ്ങനെ ഒരുപാട് സാധനം. ഷുഗർ അല്ലേ, ഇതൊക്കെ തിന്നാൻ പാടുവോ? ആ സമയത്ത് ഷുഗർ നോക്കും മോളെ, തിന്നാൻ കിട്ടിയതല്ലേ. എങ്ങനെ ഇതിനകത്ത് കേറി പറ്റി? അതൊരു അതിശയം കേട്ടാ. നമ്മളെ ദാമോദരന്റെ മോനുണ്ട്, കുഞ്ഞിക്കണ്ണന്റെ മോനെ. അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇന്നമാതിരി ഹെലികോപ്റ്റർ വരും, അതിൽ കയറി ചെന്നാലുണ്ടല്ലോ ഒരുപാട് സാധനം കിട്ടും, 10,000 രൂപയും കിട്ടും. ഇത് കേട്ടാണോ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇത് വന്നാൽ കൊള്ളാന്ന് എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാ. 10,000 രൂപ ഈ സമയത്ത് കാണാൻ ഒരെണ്ണം ഭൂന്നും പറഞ്ഞിട്ട് പറഞ്ഞു. എന്ത് ഫ്ലൈറ്റ് അല്ല, ഹെലികോപ്റ്റർ. അതാകാരം തന്നെ ഇങ്ങനെ വരികയാണ്. ഞാനുള്ള തന്നെ എന്ത് ചെയ്ത് എന്റെ ഒരു തുണി നോക്കി അങ്ങനെ കാണിച്ച്. അവര് കണ്ടോ? കണ്ട്. എന്നിട്ട് ഒരു ഏണിപ്പടി പോലത്തെ സാധനം ഇങ്ങനെ ഇറക്കി തന്നു. ഞാൻ വിചാരിച്ചു അതിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാശ് കിട്ടുമല്ല എന്ന് വിചാരിച്ച് വലിച്ചു പിടിച്ച് മേളിലോട്ട് അങ്ങ് കയറി. മുകളിലോട്ട് കയറലും അവര് വലിച്ചു പിടിച്ചെടുത്ത് അകത്തേക്ക് ഇട്ടു. അല്ല, സുമേഷേട്ടന് പേടിയായില്ലേ അപ്പൊ ഇതിനകത്ത് ഇരുന്നപ്പോ? പേടി എന്തിനു പേടിക്കണേ? ഞാൻ പിന്നെ ദുബായിലോ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളല്ലേ ജോലിക്ക്. എപ്പോ? അതിന് പോയിട്ടില്ലല്ലോ ദുബായിലൊന്നും. പോയിട്ടില്ലല്ലേ? അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ടെന്നുള്ളത്. ഞാനങ്ങനെ പോയിട്ടുണ്ട്. അല്ല, അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ താഴോട്ട് നോക്കിയായിരുന്നോ? നമ്മുടെ വീടൊക്കെ കണ്ടോ? വീട് കാണോന്നാ? ദേ ഇത്രണ്ട് കൊച്ചു തീപ്പെട്ടി പോലെ ഇരിക്കണേ. എന്നിട്ട് അതിനകത്ത് കേറിയിട്ട് പിന്നെ എന്ത് ചെയ്ത്? ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്, കട്ടലുണ്ട്, കിടക്കുണ്ട്. പറഞ്ഞു കട്ടിലിന്റെയും കിടക്കയുടെയൊക്കെ കഥ പറഞ്ഞോ? അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. 10,000 രൂപ. അത് ചോദിച്ചപ്പോഴത്തേണ്ടല്ലോ അവര് ഹിന്ദിയിൽ എന്താ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ തന്നെ അങ്ങനെ തട്ടിവിട്ടു. ചീത്ത പറഞ്ഞു എനിക്ക് എന്റെ കാശ് കിട്ടണം 10,000 രൂപ. അപ്പൊ ഹിന്ദി എന്ന് പറയാ അവര് നേരെ എന്നെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ഇറക്കി. തിരുവനന്തപുരത്തോട്ട് പോയോ? ദൈവം തമ്പുരാനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ അവര് കൊണ്ടുപോയിട്ട് എവിടെ ഇറക്കിയെന്നറിയാവാ? ഈ ആളുകളൊക്കെ പാർപ്പിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ദുരിതാശ്വാസ ക്യാമ്പ്. ആ ക്യാമ്പിൽ തന്നെ എന്നെ കൊണ്ട് ഇറക്കി. അവിടെ ഒരു 5-8 ദിവസം അവിടെ കഴിഞ്ഞു. വല്ല കാര്യം ഉണ്ടായോ? 10,000 രൂപ കിട്ടുന്ന പറഞ്ഞ് ഈ ഹെലികോപ്റ്ററിലോട്ടൊക്കെ പഠിച്ച് കയറാൻ പോയി എന്തിനാ? മോൾക്ക് അതിന്റെ ഭാഗ്യം ഉണ്ടായില്ല ഹെലികോപ്റ്ററിൽ കയറാൻ. ഞാൻ കേറിയില്ലേ. ഇഷ്ടപ്പെട്ടല്ലേ? അമ്മോ, ഒരു ചായ എടുക്കട്ടെ? വേണ്ട, കുടിച്ചോ, ഇത്രയും തള്ളിയതല്ലേ. വന്നോ? എന്തായി? ഒന്നുമില്ലടി. ഇല്ല, ഒന്നാമത് മുഷിച്ചിരിക്കുക. ഞാൻ ഇവിടെ നിന്നോളാം. നീ ചായ എടുക്ക്, പോണം. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണോ? പിന്നെ കാലത്ത് പോയതല്ലേ, ഞങ്ങൾക്ക് വെള്ളം ചായ ഒന്നും വേണ്ടേ? അയ്യോ, അപ്പൊ പോയ സ്ഥലത്ത് നിന്ന് വെള്ളം ചായ ഒന്നും കിട്ടിയില്ലേ? എന്റെ ചേച്ചി അവിടെ ആകെ ചെളിയായിട്ട് കിടക്കുന്നത്, ആര് ചായ എടുക്കാൻ? ഒന്നാമത് അവിടെ ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ചായ തരാത്തത് പോട്ട്. ചില ആൾക്കാരുടെയൊക്കെ ഒരു നിലപാടുണ്ടല്ലോ, നമ്മൾ കൂലിക്ക് പണി നിൽക്കും പോലെയാണ് അവരുടെ ഒരു പെരുമാറ്റം. ഇങ്ങനെ കൈ കെട്ടി നിന്നിട്ട് അത് അങ്ങോട്ട് അപ്പുറത്തോട്ട് വെക്കൂ, ഇത് ഇപ്പുറത്തോട്ട് വെക്കൂ. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ. പിന്നെ എന്തൊക്കെയായാലും ഒരു സന്തോഷം, ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ കേരളത്തിലെ ജനത മുഴുവൻ ഒന്നായി. ജാതിയില്ല, മതമില്ല. പക്ഷെ മറക്കും, ഇതൊന്നും അധികം നിൽക്കൂല. ഒരു 3 മാസം കൂടെ കഴിഞ്ഞോട്ട് വീണ്ടും തുടങ്ങും തമ്മിൽ. എനിക്കിപ്പോ അതല്ല ഈ ടെൻഷൻ. ഇപ്പൊ ഉള്ളവരുടെ വീടൊക്കെ ഒന്ന് നേരെക്കിട്ട് അവർക്ക് അതിൽ കയറിയിരിക്കാം. വീടൊക്കെ പോയവരുണ്ടേ, ഇവർക്കൊക്കെ എന്നൊരു വീടൊക്കെ ആയിട്ടൊന്ന് സുഖമായി ജീവിക്കാൻ പറ്റും. എന്റെ ശ്യാമളജിയെ ക്യാമ്പിൽ ചെന്ന് കാണണം, ആൾക്കാരുടെ കരച്ചിലുണ്ടല്ലോ, നമ്മൾ നേരിട്ട് പോയി കാണണം. വീട് പാടെ പോയാൽ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഒരുപാട് സഹായങ്ങളൊക്കെ മനസ്സറിഞ്ഞ് എല്ലാവരും തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്, അതെല്ലാവർക്കും കിട്ടിയാൽ മതി. എന്താ കുഴപ്പം? അത് കിട്ടും, അതിന്റെ ബുദ്ധിമുട്ടൊന്നും. എന്റെ കക്കൂസ് പോയി കേട്ടോ. പക്ഷെ ഞാനിപ്പോ അത് കെട്ടിപ്പൊക്കും. പറമ്പിലാകാടോ. എന്തായാലും അപകടം വന്ന ഒരുമുണ്ടെന്ന് മനസ്സിലായി. അതെ അതെ.
ചേച്ചി എനിക്ക് മധുരം കുറച്ച് മതി കേട്ടാ. സുമേഷേട്ടൻ എടുത്ത് വരണം. എടുക്കാം. സുമേഷ് ഏട്ടാ കാപ്പി കുടിച്ചാ? എന്ത് പലഹാരം എന്തായിരുന്നു? പുട്ട് വീട്ടിലാ? പുട്ടായിരുന്നാ? ചേച്ചി പറയണ തള്ളി മറിക്കുന്നു. ചേച്ചി അല്ല ഒന്നുമില്ല, കാപ്പിയൊക്കെ കുടിച്ചല്ലോ എന്ന് ചോദിച്ചായിരുന്നു. കൊഴുക്കട്ടയും കൂടെ ഉണ്ട്, അതുകൂടെ കഴിച്ചിട്ട് പോവാം കേട്ടാ. കേരളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ചിലർ സന്തോഷിച്ചോ എന്നൊരു സന്ദേഹമുണ്ട്. ബീഫ് കഴിക്കുന്ന നാട് നശിച്ചു പോകട്ടെ എന്ന് ആഹ്വാനം ചെയ്തവർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന് പ്രചാരണം നടത്തിയവർ, എത്ര നേരമായി വിളിക്കുന്നു? പട്ടാള യൂണിഫോം അവിടെ വൃത്തിയാക്കാൻ വരാൻ. എവിടെ വൃത്തിയാക്കാനാ നീ ഇപ്പൊ നടക്കണേ? പുറകുവശത്ത് അത് വൃത്തിയാക്കണ്ട, അതൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ. എടി അത് വൃത്തിയാക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെ വിളിച്ചാണ്ട് വൃത്തിയാക്കിച്ചാ പോരെ? അത് ഒരുപാട് വെള്ളം കയറിയ സ്ഥലത്ത് ഒരുപാട് പണി അവർക്കുണ്ട്, അല്ലാതെ നിങ്ങളുടെ വീട് വൃത്തിയാക്കലല്ല. അപ്പൊ ഇവിടെ ഒരുപാട് പണിയില്ല, അതുകൊണ്ടാണ് അവിടെ കിടന്നോട്ടെ, വൃത്തിയാക്കണ്ട. എന്ത് കഷ്ടം എടി, അളിയൻ അങ്ങനെ പറഞ്ഞാന്ന്. കേരളത്തിന്റെ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ ഫണ്ട് ഉണ്ട്, അത് വരുമ്പോ എന്തെങ്കിലും കിട്ടും. ശീതളേട്ടാ എന്തിനു നാണിക്കണ? കോടിക്കണക്കിന് രൂപയാണ് ആ ദുരിതാശ്വാസ ഫണ്ടെന്ന് ഗവൺമെന്റ് പിടിച്ചിട്ടേക്കണേ. എന്റെ ശീതളേട്ടാ, അത് വെറുതെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ പൈസ വാരിക്കോരി കൊടുക്കല്ല. അല്ല, എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല, എനിക്ക് ഇവിടെ നഷ്ടം പറ്റിയിട്ടുണ്ട്. അത് തന്നെ എടി, അളിയാൻ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലൊന്ന് ചെന്ന് അതൊന്ന് പരാതി എഴുതി കൊടുക്കാനായിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചില്ലറ കിട്ടണതിന് വേണ്ടാന്ന് നോക്കണം. എന്തിനാ? പ്യാരിയെ ആ ഫോൺ അടിക്കണ കേക്കില്ലേ? ഹലോ, വില്ലേജ് ഓഫീസ് ആണോ? എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഞാൻ സാറിനോടൊന്ന് പറയട്ടെ. സാറേ, ആ ALP സ്കൂളിലെ ക്യാമ്പിൽ അമ്മ ഫുഡ് കൊടുത്തില്ലേ, ബ്രെഡും പഴവും, അത് ആരാണ്ടൊക്കെ കട്ടുകൊണ്ട് പോയി അവിടുന്ന്. ഏത് ഹിമാറാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്താ പറയണേ, ഇപ്പൊ അവർക്ക് ഉച്ചക്ക് ഭക്ഷണമില്ല. നമ്മളിവിടുന്ന് എത്തിച്ചു കൊടുക്കാന്ന് പറയും. ഹലോ, എത്തിച്ചു തരാം. മറ്റേളൊക്കെ കൈ കിട്ടാണ്ടല്ലേ, വെച്ചേക്കരുത്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായിന്ന അപ്പൊ നിങ്ങൊന്നും അറിഞ്ഞിട്ടേ നാട്ടില് മൊത്തം പ്രളയല്ലേ സാറേ? ഏടോ, പ്രളയത്തിന്റെ കാര്യമല്ല, അന്റെ പെരയിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാ ചോദിക്കണത്. ഒരു തറേന്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞു അങ്ങോട്ട് പോയി, കഴുക്കോലും മോന്തായെല്ലാം അങ്ങോട്ട് താഴ്ന്നു, അതിപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു, എല്ലാം പോയി, ഒന്നുമില്ല, ബാക്കി ഒരു സാധനമോ പാത്രമോ ഒന്നുമില്ല. ഒറ്റ മിനിറ്റേ, ഏല സാറ് ദുരിതാശ്വാസത്തിന്റെ ഇതിലേക്കാണ്. നിങ്ങളെ പേരെന്താന്ന് പറഞ്ഞു? ഉണ്ണി. നിങ്ങൾ എത്ര കാലമായി ഈ സ്ഥലത്ത് താമസിക്കുന്നത്? ഇത് പറ്റിപ്പോയാ സാറേ. ഇത് ഞാൻ കാസർഗോഡാന്ന് വീട്, നല്ല വീടും പറമ്പെല്ലാം ഉണ്ടായി. ഭാര്യ പറഞ്ഞു നമുക്ക് ടൗണിൽ നിൽക്കണം, പുഴയരെടുത്ത് നമ്മൾ ഒരു കുന്നിന്റെ സ്ഥലത്താണ് ഉണ്ടായി. ആ പുഴയരെടുത്ത് നല്ല വീടെല്ലാം കെട്ടി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇല്ല, നല്ല വീടും വളപ്പും സ്ഥലവും എല്ലാം കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്നു. പൈവക്കത്ത് വീട് വെച്ച ഈ വീട് മുങ്ങിയ സമയം രക്ഷിക്കാൻ വേണ്ടി എന്റെ തൊട്ട അയൽവാസിയാ വന്നിനി, 3-4 ഉള്ളമാർ ചെറുപ്പക്കാർ കാസർഗോഡ്. അവരെന്നിട്ട് എന്നോട് പറഞ്ഞു എന്തിനു വേണ്ടാത്ത പണി പോയിനി. അത് എനക്കും തോന്നി, ഓളെ വേണ്ടാത്ത പണി ഞാൻ എന്നാക്കേണ്ടത്. നമ്മ ഇപ്പൊ മനസ്സിലായി 10 പൈസയിലെന്ന് പൈസ കിട്ടും സാറേ. അല്ല, പൈസ പെട്ടെന്ന് കിട്ടൂല. ഇപ്പൊ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അയച്ചിട്ടുണ്ട് സാറേ. അയച്ചിട്ടുണ്ടല്ലേ? സാർ അവരെല്ലാം പറയുന്ന വെച്ചാൽ പോയപാട് പൈസ കിട്ടുന്ന ഓഫീസിൽ. അല്ലാതെ അയച്ചിട്ടുണ്ട്. ആര് അയച്ചിനി? ഞാൻ മുമ്പ് അയച്ചു. അത് കവറിൽ പോലും ഇട്ടിട്ടില്ല സാറേ. പിന്നെ അയച്ചിന് എന്തിനു സാറേ കളവ് പറയും നമ്മളോട്? ചേട്ടാ, ഇതിപ്പോ ഓൺലൈനാണത്, കവറിലൊന്നും ഇടണ്ട. അതേ, വായു വഴിയാണ് ഇപ്പൊ ഒക്കെ പോവുക. ഓൺലൈൻ എന്ന് പറയും. വായില്ലേ? വായു വഴി. ഓ ശരി. കമ്പ്യൂട്ടർ ഇല്ലേ, അതിൽ കൂടെ പോയതാ, അത് അവിടെ കിട്ടിയിട്ടുണ്ടാവും. മൊബൈൽ ഫോൺ ഉണ്ടാവില്ലേ? മൊബൈൽ ഉണ്ടോ? അപ്പൊ എല്ലാം ഒലിച്ചു പോയി. മൊബൈലൊന്നും ഇല്ല. മെസ്സേജ് തന്നിട്ടുണ്ടാവും. മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ 2 ദിവസം ഒന്ന് കാത്തുന്നോളി കേട്ടോ. 2 ദിവസം എന്തെങ്കിലും വരും. അത് കിട്ടണം സാറേ. അപ്പൊ എന്ത് പനി ഉണ്ടോ? ഇതൊക്കെ ഇട്ട് എന്ത്? അല്ല സാറേ, എല്ലാവർക്കും ഈ തുണി കുറെ സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം വൈദ്യുപോയി. അപ്പൊ തുണിയെല്ലാം എടുത്ത് കൊണ്ടുപോകുമ്പോ കിട്ടിയ സാധനം ഇതാണ്. പിന്നെ ഞാൻ ഇതെങ്കിൽ ഇത് അത് കിട്ടിയല്ല. ശരി കേട്ടോ. ശരി സാറേ. ഈ നിസ്സാരമായ സഹായം കൊണ്ടൊക്കെ ഇവർക്ക് എന്താവാനാണ് ഞാൻ നോക്കണം. അത് തൽക്കാലത്തൊക്കെയല്ലേ സാർ, ഇപ്പൊ സഹായം ഒരുപാട് ഒഴുകി വരണുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ കൊടുക്കുകയായിരിക്കും. എത്തേണ്ടവർ കയ്യിലൊക്കെ എത്തിയാൽ മതി. ഇപ്പൊ ആ ബ്രെഡിന്റെ പഴത്തിന്റെ കാര്യം കണ്ടില്ലേ? ഇതിപ്പോ അവരുടെ കാര്യം തന്നെ പറയണ, നമ്മൾ ഉദ്യോഗസ്ഥരുടെ കാര്യം സാറ് നോക്ക്. വെള്ളം കയറിയെന്ന് അറിഞ്ഞ് അന്ന് വീടും കുടുംബവും ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഓഫീസിൽ ജോലിക്ക് വന്നേക്കണം. പിന്നെ പെണ്ണുങ്ങളെ മാപ്പന്റെ കാര്യം അറിയില്ലേ? 5 ദിവസമായിട്ട് മൂപ്പര് ഐസിയിലാണല്ലോ.
അയ്യോ അങ്ങോട്ടൊന്ന് പോകാൻ പറ്റും. നമ്മൾ എന്ത് ആത്മാർത്ഥ കാണിച്ചിട്ടും കാര്യമില്ല. എവിടെയോ ഏതോ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തോ തെണ്ടിത്തരം കാണിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പൊങ്കാലയാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൻ്റെ അകത്തൊക്കെ പറയണവർ പറഞ്ഞോട്ടെ പ്യാരി, നമ്മളെ കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ തന്നെ കൊടുത്താൽ മതി. പ്യാരിയെ അന്ന് രജിസ്റ്റർ ചെയ്താ സാർ എങ്ങനെ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ അതായത് ഇതിപ്പോ ഇവിടുന്ന് നിങ്ങൾ അപേക്ഷ കൊടുത്തല്ലോ, ഇപ്പൊ ഇവിടുന്ന് അയച്ച് ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിങ്ങളെ വീട്ടിൽ വരും. എന്നിട്ടുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ മൂപ്പര് വിലയിരുത്തും. എന്നിട്ട് മൂപ്പര് ഇത് തഹസിൽദാർക്ക് അയക്കും. അവിടെ നിന്നാണ് ഫണ്ട് നിങ്ങൾക്ക് അനുവദിക്കാം. അപ്പൊ ഈ നാശനഷ്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായി വീട്ടില്? വീട്ടിലല്ലേ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലോ. എന്തൊക്കെ ഉണ്ടായിന്നാ ചോദിക്കുന്നത്? മൊത്തം വെള്ളം കയറി. എത്ര ഹൈറ്റിൽ കയറി വെള്ളം? വെള്ളം ഒരു അല്ലല്ല അത്ര ഇല്ല, ഒരു ഇത്ര സാധനങ്ങളൊക്കെ പോയി, ഒലിച്ചു പോയി. പാത്രങ്ങളും എല്ലാ ഇതും പോയി. അപ്പൊ അത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതെ. ഒരു വില്ലേജ് ഓഫീസിലെ മെസ്സേജ്, ആ മെസ്സേജ് ഇവിടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയതിന്റെ മെസ്സേജ് ആണ്. അല്ല നിങ്ങള് വീട്ടിൽ ഏത് വരെ വെള്ളം കയറിയെന്ന് പറഞ്ഞ്? വെള്ളം എത്ര പറഞ്ഞേ? ഇങ്ങനെ എത്ര വെള്ളം വന്നു? എന്നിട്ട് മൊബൈലൊന്നും നനഞ്ഞുപോയില്ല? അല്ല മൊബൈലുണ്ട്. മൊബൈല് ഞാൻ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് ഓടി. അല്ല നീന്തി അല്ല നമുക്കിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ തുഴഞ്ഞ് നടക്കാലോ. അങ്ങനെ മൊബൈൽ രണ്ടും രക്ഷപ്പെട്ടിട്ട് കയ്യിൽ പിടിച്ചു. പലരുടെയും മൊബൈലൊക്കെ പോയിക്കണേ വെള്ളം കയറിയിട്ടേ. നിങ്ങൾക്ക് അത്ഭുതം മൊബൈൽ കിട്ടിയത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിവരം കിട്ടും. രജിസ്റ്റർ ആയിട്ട് നമ്മനെ പോയിക്കോളൂ. ശരി. ഓ ശരി. ഓരോരുത്തർക്കും ഓരോ സങ്കട പേര്. അയാൾക്ക് കണ്ടോ, അയാൾക്ക് വിഷമം കൊണ്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലേ. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടല്ലേ സാറേ. അയാൾ ഒരു കാര്യം ചെയ്തിട്ട് ആ മൊബൈല് രക്ഷപ്പെടുത്തിയ ഭയങ്കര അത് രണ്ടും പൊക്കി പിടിച്ചിട്ട് മുപ്പര് നീന്തിക്കാന്ന് പറഞ്ഞു. നമ്മളിതൊക്കെ ഓരോന്ന് കേൾക്കുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാണ്. അല്ല കണക്കിൽ പോകുമ്പോ നമ്മളൊക്കെ എന്ത് ഭാഗ്യന്മാരല്ലേ. നമുക്കൊന്ന് അത്ര വലിയ ദുരന്തം. അല്ല അതിപ്പോ അളിയ ഞാനിപ്പോ ഈ അപേക്ഷ കൊടുക്കാൻ തന്നെ കാരണം അളിയൻ തന്നെയാണ് ഇവിടെയൊക്കെ ചെക്കപ്പിന് വരിക. എനിക്ക് ഏകദേശം അറിയാം. അത് കണക്കാക്കിട്ട് ഞാൻ കൊടുത്തത്. ഈ ഇഷ്ടിക എങ്ങനെ വന്നത് ഇവിടെ? ഇതോ ഇതിപ്പോ നമ്മളവിടെ അടക്കള മാറ്റി പണിതല്ലോ. അത് മാറ്റി പണിതപ്പോ പഴയ ഇഷ്ടിക പൊളിച്ചു വെച്ചതാണ്. ഒരു കാര്യം ചെയ്യാം, ഇത് നമ്മുടെ അടുക്കള ഇടിഞ്ഞു പൊളിഞ്ഞു കളി. ഓ വെള്ളം വന്നപ്പോ മനസ്സിലായി ഒഴുകി വന്നിട്ട് ഇവിടെ അല്ല ഒഴുകി വന്നപ്പോ ഞാൻ പെറക്കി അടക്കി വെച്ചു. എന്തെങ്കിലും ആവട്ടെ, നീ മിണ്ടാണ്ട് നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. നീ നിന്റെ സത്യസന്ധനെ കൊണ്ട് പോയിക്കോ വിടുന്ന കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന് 10 കാശ് കിട്ടുന്ന സമയത്ത് വരെ വർത്താനം പറയണം. അല്ല പിന്നെ അളിയാ ഇതിപ്പോ എങ്ങനെ എന്തിട്ടോ? ഇതാ പഴയ കട്ടിലും സ്റ്റൂളൊക്കെ ഞാൻ ശീതളനോട് 100 വട്ടം പറഞ്ഞല്ലേ അതൊന്ന് ക്ലീൻ ചെയ്യാൻ. എന്താ ചോദിക്കാൻ ഒരു കാര്യം ചെയ്യാം, അതവിടെ കിടക്കട്ടെ. വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം പൊങ്ങിയിട്ട് വെള്ളം തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് പിന്നെ ഇവിടെ തടഞ്ഞു നിന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കേടായിട്ടുള്ള ഫർണിച്ചറുകളുടെ നഷ്ടങ്ങൾ എഴുതണേ. എന്റെ പൊന്നാങ്ങളെ ഇതേ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ആ കായല് ഏറ്റ സമയത്തൊന്ന് പൊങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ വീടിന്റെ ഉള്ളിൽ വരെ വെള്ളം വന്നില്ല. ഹലോ, ഇപ്പൊ ജിയോളജി വകുപ്പ് വന്നാ അതിന്റെ കണക്കെടുക്കാനായിട്ട് നീ ഒന്നും മിണ്ടായിരിക്കും. 10 പൈസ ആളെ ഉണ്ടാക്കി തരുന്ന സമയത്ത് നീ അതിന്റെ ഇടയിൽ വെട്ടങ്കോലിടാന്നിക്കല്ലേ? ഇവിടെ വെള്ളം കേറിയില്ലേ? അതെ, നീ എന്താ ഹരിചന്ദ്രന ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ വെറുതെ എന്നോട് വഴക്കൂടാൻ പറ്റട്ടെ. മിണ്ടാണ്ട് നിൽക്കണേ. എന്തിനു ചെയ്യാൻ പറ്റുമോ? അത് മുറ്റത്ത് വെള്ളം കയറുന്ന സമയത്ത് വേലിയേറ്റുന്ന സമയത്ത് മണ്ണിടാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടത്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമ്മളിവിടെ മണലിന്റെ ഒരു കൂമ്പാരുണ്ടായിരുന്നു. അതായത് 2-3 ലോഡ് മണല് നമ്മൾ അടിച്ചിട്ടു. ഓക്കെ, അത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയി. അതിന്റെ ബാക്കിയാണ് ഇത്. ഇതന്നെ ഇപ്പൊ 4 ലോഡ് ഉണ്ട്. നമുക്കൊരു 10 ലോഡ് കാണിക്കാലോ. എന്താ എന്താ പറഞ്ഞ കുഴപ്പം? അളിയെ പറഞ്ഞ ശരിയല്ലേ? ഇത് വെള്ളത്തിൽ ഒഴുകി പോയിക്കൂടെ? ഇതിപ്പോ നമ്മൾ എഴുതിയെടുത്ത കണക്ക് ഇതിന് പളിയാ. ഞാൻ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഇതിപ്പോ വലിയൊരു നാശനഷ്ടം എന്ന് പറയാനില്ല. ഒരു 2000 ഉറുപ്പ്യ നമുക്ക് എഴുതാൻ പറ്റും. 2000 ഉറുപ്പ്യ? സത്യസന്ധമായിട്ടുള്ള കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് വേണ്ട, അളിയൻ പറഞ്ഞ കണക്ക് മതിയില്ല നമുക്ക്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 20 എഴുതാം. ഒരു 50 ഉറുപ്പ്യ അങ്ങോട്ട് പിടിക്കും. കാരണം നമുക്കിപ്പോ കാണിക്കാൻ അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടല്ലോ. അതെ, നിങ്ങളുടെ സൗകര്യത്തിനല്ല എഴുതുന്നേ, ഇത് സർക്കാരിന്റെ കാര്യാ. സർക്കാരിന്റെ കാര്യം തന്നെ ഞങ്ങളും പറയണത്. നാട്ടുകാർ മുഴുവൻ സർക്കാരിന്റെ കാശ് മേടിച്ചോണ്ടിരിക്കുക. നീ മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അല്ല, ഇതിപ്പോ എഞ്ചിനീയർ ആയിട്ടുള്ള ഞാൻ കാണിക്കണ കണക്കന്നെ ഇപ്പൊ സർക്കാരിന്റെ കണക്ക്. കേൾക്ക്, അത് കേൾക്ക്. ചേട്ടന്റെ ജോലി പോവുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഉണ്ടാണെങ്കിൽ അപ്പൊ 50,000 ഉറുപ്പ്യ ഞാൻ കാണിക്കുകയാണെങ്കിൽ അപ്പൊ കാണിക്കാം. അതന്നെ അത് ഞാൻ പറഞ്ഞത്. അപ്പൊ 30,000 ഉറുപ്പ്യ അളി എടുക്കുക. ഞാനും അളിയനാണല്ലോ. അപ്പൊ 20,000 ഉറുപ്പ്യ അളിയനും തരും. എന്തേ ഇതിന്റെ ഈ വീടിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അളിയൻ അത് അങ്ങനെ പറഞ്ഞതൊരു വേണ്ട. നീ മിണ്ടായിരുന്നേ, നമുക്കും എന്തെങ്കിലും കിട്ടണ്ടല്ലേ. അത് നമ്മുടെ ഒരു കണക്കൊക്കെ പറയുമ്പോ ഒരു ഇത് കിട്ടണ്ടേ. ഒരു 2 ഉറുപ്പ്യ ആക്കിയിട്ട് അളിയനെ എടുക്കാതെ എടുത്തിട്ട് അത് തന്നെ. 2 ഉറുപ്പ്യ ആണെങ്കിൽ 50,000 അളിയെടുക്കുക. അളിയൻ 1.5 അളിയെടുക്കും. എന്തേ പറ്റില്ലേ? അളിയതിപ്പോ അങ്ങനെ പറയാം. അളിയന് കിട്ടണോണ്ടൊന്നും അല്ല എന്റെ വിഷമം. അത് നമുക്കും അതൊന്നും ഒരു ഈക്വൽ ആയിട്ട് വരേണ്ട ഒരു സംവിധാനം ചെയ്യും. ഇതൊരു കാര്യം, ഇവിടെ അത്യാവശ്യം കാണിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അളിയൻ ഒരു 3 രൂപ അങ്ങോട്ട് എഴുതും. നിങ്ങൾ എന്ത് നീ പറയണ വിലപേശണ എന്തിനു വേണ്ടിട്ടാ? ഞാൻ എല്ലാവരോടും സത്യം പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞ നിന്നെ ഈ കായലിൽ ഞാൻ താഴ്ത്തു. ഞാൻ ഭാഷയ്ക്ക് പറഞ്ഞ അളിയ പറയും. അളിയാ, ഇതിപ്പോ നമുക്ക് 3 ഉറുപ്പ്യോ 4 ഉറുപ്പ്യോ എത്ര വേണമെങ്കിലും എഴുതാം. അതെ, എന്നാ പിന്നെ ഒരു 5 ഉറുപ്പ്യ എഴുതും. 5 എഴുതാൻ പാടില്ല. 5 ഉറുപ്പ്യ എഴുതി കഴിഞ്ഞത് ആളുകൾ വിശ്വസിക്കില്ല ഈ ഫിഗർ. അപ്പൊ 5,16,280. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒരു കണക്ക് എഴുതാവൂ. അങ്ങനെയാണെങ്കിൽ ഒരു 3.5 ഉറുപ്പ്യ അളിയ എടുക്കുക. അളിയൻ 3.5 ഉറുപ്പ്യ ഞാൻ എടുക്കുക. ബാക്കി 1.5 ഉറുപ്പ്യ അളിയന് തരിക. പിന്നെ ആ ചില്ലറയും കൂടി അളിയെടുത്തു. നഷ്ടക്കച്ചവടാണിത്, എന്നാലും വേണ്ടിയില്ല. എന്ത് നഷ്ടം? അല്ല, എങ്ങനെ ഇപ്പൊ നഷ്ടം പറ്റിയത് പറ. ഞാൻ പിന്നെയും പറയാണ്, ഈ പരിപാടി വേണ്ട. എങ്ങനെയാളിയാ ഇങ്ങനെ ഒരു സാധന വീട്ടിൽ വന്നത്? എന്റെ പകുതി ബുദ്ധി വെളുപ്പ് കിട്ടിയിട്ടില്ല സത്യമായിട്ടും. ഇവിടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ അധ്വാനിച്ച് വെച്ച പൈസ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കാൻ ഒരു മടി അവൾക്ക്. എന്തൊരു സന്തോഷത്തിലെ കൊടുത്തിട്ടെന്ന് ആലോചിച്ചൊക്കെ. എനിക്ക് 10 രൂപ കിട്ടേണ്ട ഒരു കാര്യം വന്നപ്പോ അവളുടെ മുഖം നോക്കിയേ. ഇത് ഗവൺമെന്റിന്ന് കാശ് എങ്ങനെ ഗവൺമെന്റ് കാശ് സ്വന്താക്കാന്ന് വിചാരിച്ച് നടക്കണം നാട്ടുകാര്. അതിന്റെ ഇടയിൽ ഒരു 10 ഉറുപ്പ്യ അളി ഉണ്ടാക്കി തരാന്ന് പറയുമ്പോ ഒരു ഒറ്റ കുത്തങ്ങോട്ട് കുത്തുകയുണ്ട്. ഇതേപോലത്തെ എഞ്ചിനീയർമാർ മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. അത് മനസ്സിലാക്ക്. ജോലി പോയി കഴിയുമ്പോഴേ ഇവിടെ തന്നെ വന്ന് നിക്കേണ്ടി വരും. ഇങ്ങനൊരു സാധനമായി പോയില്ലോന്നാ ഞാൻ. എനിക്ക് ഒരു വകതിരിവുമില്ല, ഒരു പിടിപ്പുമില്ല. വെറുതെ അത് ഇങ്ങനെ ആയത്. ഇപ്പൊ അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ തന്നെ 2 3.5 1.5 കേട്ടോ. ആ ചില്ലറ എടുത്തോ. ഇതിലാവട്ടെ.